Yes, good evening to all of you. Good evening. Okay. Good evening. Good evening, sir. Good evening, sir. Good evening, sir. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയല്ല എല്ലാവരും? അപ്പോ സാധാരണ നമുക്ക് ആന്റണിംസ് പറയൂ. സിനണിംസ് ആൻഡ് ആന്റണിംസ് ആദ്യം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോ സിനണിംസിൽ ആദ്യത്തെ വേർഡ് ഇതാണ്, ജോവിയൽ. JOVIAL. JOVIAL, ജോവിയൽ. ജോവിയൽ എന്ന വാക്കിന്റെ മീനിങ് മലയാളത്തില് ഉല്ലാസവാനായ അല്ലെങ്കിൽ രസികനായ, ജോയ്ഫുൾ ഓർ മെറി എന്നൊക്കെ നമുക്ക് പറയാം. അജക്റ്റീവാണ് ആ വേർഡ്. അപ്പോ ജോവിയൽ എന്ന വാക്കിന്റെ സിനണിം ഇതിലേതാണ് എന്ന് നിങ്ങൾ പറയണം. കാരണം നിങ്ങൾക്ക് ഇപ്പൊ കുറെ അധികം വേർഡ്സ് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഞാൻ ഓപ്ഷന്റെ മീനിങ് ഇപ്പൊ നിങ്ങളോട് പറയാനില്ല. നിങ്ങൾ സ്വയമായിട്ട് പറയാൻ കഴിയുമോ എന്ന് നോക്കണം. ഒന്ന്, ഓപ്ഷൻ എ എംപ്ലോയിഡ്, EMPLOYED. എംപ്ലോയിഡ്. എന്താ അതിന്റെ മീനിങ്? എംപ്ലോയിഡ്. സജിത് രാജ് പറയാമോ? എംപ്ലോയിഡ്. ജോലിക്കാരൻ അല്ലെങ്കിൽ ജോലിയുള്ള എന്നാണ് അതിന്റെ അർത്ഥം. ശരി. നെക്സ്റ്റ്, ഓപ്ഷൻ ബി സാഡ്, SAD, സാഡ്. സാഡ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയണ്ട, വിഷമം പിടിച്ച, അല്ലേ? ഓപ്ഷൻ സി ആംഗ്രി, ANGRY, ആംഗ്രി. ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യമുള്ള. ഓപ്ഷൻ സി ചീർഫുൾ, ചീർഫുൾ, ചീർഫുൾ. മ്യൂട്ട് ചെയ്യണം. അപ്പൊ നോക്കാം, ഇതിലേതായിരിക്കും ജോവിയൽ എന്നുള്ളതിന്റെ സിനണിം? ഈ 4 ഓപ്ഷനിൽ ഏതായിരിക്കാം? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ജോവിയൽ എന്നുള്ളതിന്റെ സിനണിം ചീർഫുൾ. നെക്സ്റ്റ്, അടുത്തൊരു വേർഡാണ് WEIRD, വേർഡ്. WEIRD. വേർഡ് എന്നാണ് അതിന്റെ ഉച്ചാരണം. വേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രവാദ സംബന്ധമായ അല്ലെങ്കിൽ അമാനുഷികമായ എന്നൊക്കെയാണ് ആ വാക്കിന്റെ മീനിങ്. സൂപ്പർ നാച്ചുറൽ ഓർ അൺഎർത്ത്ലി. അതിന്റെ സിനണിംസ് ആയിട്ട് 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ ഓപ്ഷൻ വായിക്കാം, നിങ്ങൾ തന്നെ പറയാം. ഒന്ന്, ഓപ്ഷൻ എ അൺനാച്ചുറൽ. അൺനാച്ചുറൽ. ഒന്ന്, അൺനാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ അല്ലാത്ത, പ്രകൃതിദത്തമല്ലാത്ത, കൃത്രിമമായ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓപ്ഷൻ ബി ഗോസ്റ്റ്ലി, GOSTLY. ഗോസ്റ്റ്ലി മീൻസ് ലൈക്ക് എ ഗോസ്റ്റ്, അല്ലെങ്കിൽ പ്രേത തുല്യമായ, പിശാച സമാനമായ. ഓപ്ഷൻ സി നാച്ചുറൽ, NATURAL, നാച്ചുറൽ. നിങ്ങൾക്കറിയാം നാച്ചുറൽ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താ? സ്വാഭാവികമായ അല്ലെങ്കിൽ പ്രകൃതിദത്തമായ. ഓപ്ഷൻ സി സ്പിരിച്വൽ,
SPIRITUAL, സ്പിരിച്വൽ. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്പിരിച്വൽ, ആത്മീയമായ. സുരഭി, യു ആർ റൈറ്റ്. ഈ സ്പിരിറ്റ് എന്ന വാക്കിന് ഡിഫറെന്റ് ലെവൽസ് ഓഫ് മീനിങ്സ് ഉണ്ട്. ഒന്ന് ആത്മാവ് എന്നൊരർത്ഥം അതിനുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഗോഡ് എന്നൊരർത്ഥമുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്പിരിറ്റ്, ആവേശം എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കും. പക്ഷെ ഇവിടെ സ്പിരിച്വൽ എന്നാൽ എന്താണ്? ആത്മീയമായ. അപ്പൊ ചോദിക്കുകയാണ് വേർഡ് WEIRD, അതിന്റെ സിനണിം ഇതിൽ ഏതായിരിക്കും? ഗോസ്റ്റ്ലി, GHOSTLY. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. റിജോ, നെക്സ്റ്റ്. ഈ സാധനം പോയി. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രൂഗൽ, FRUGAL. ഇത് നേരത്തെ ഏതൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും ഞാനിപ്പോ ഒരു ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയോണ്ട് നിങ്ങളത് മനസ്സിലാക്കാം. FRUGAL, ഫ്രൂഗൽ എന്നാണ് അതിന്റെ ഉച്ചാരണം. FRUGAL, ഫ്രൂഗൽ. ഫ്രൂഗൽ മീൻസ് മിതവ്യയമായ, അതായത് മിതവ്യയമായ അല്ലെങ്കിൽ മിച്ചം പിടിക്കുന്ന, തൃപ്തി. അതിന്റെ സിനണിംസ് ആയിട്ട് 4 ഓപ്ഷൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് സ്ട്രോങ്, STRONG. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാം? സ്ട്രോങ്, ശക്തമായ, അല്ലേ? നെക്സ്റ്റ് അടുത്ത വേർഡ് ഇതാണ് STINGY. സ്റ്റിംഗി. സ്റ്റിംഗി എന്ന് പറഞ്ഞാൽ പിശുക്കുള്ള അല്ലെങ്കിൽ ലുബ്ധമായ, മൈസർലി എന്നൊക്കെ നമുക്ക് പറയാം. ഓപ്ഷൻ സി ട്രാൻക്വിൽ, TRANQUIL. എന്താ ട്രാൻക്വിൽ എന്ന് പറഞ്ഞാൽ? പ്രശാന്തമായ അല്ലെങ്കിൽ കലങ്ങാത്ത. ട്രാൻക്വിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രാൻക്വിൽ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, നാമവിശേഷണമാണ്. ട്രാൻക്വിലിറ്റി ആണ് അതിന്റെ നൗൺ ഫോം. അപ്പോ ട്രാൻക്വിലിറ്റി എന്നാൽ എന്തായിരിക്കും മീനിങ്? സുരഭി പറയാമോ? ട്രാൻക്വിലിറ്റി, ട്രാൻക്വിൽ എന്ന് പറഞ്ഞാൽ പ്രശാന്തമായ അല്ലെങ്കിൽ കലങ്ങാത്ത. അപ്പൊ ട്രാൻക്വിലിറ്റി എന്തായിരിക്കും? പ്രശാന്തത. ഓക്കെ, ഓപ്ഷൻ ഡി എക്സ്ട്രാവഗന്റ്, EXTRAVAGANT. എക്സ്ട്രാവഗന്റ് എന്ന് പറഞ്ഞാൽ ധൂർത്തടിക്കുന്ന അല്ലെങ്കിൽ അമിതവ്യയം ചെയ്യുന്ന. അപ്പോ ഫ്രൂഗൽ എന്നുള്ളതിന്റെ സിനണിം ഇതിൽ ഏതായിരിക്കും? യെസ്, സ്റ്റിംഗി, STINGY. ഈ വാക്കുകൾ നിങ്ങൾ ശരിക്കും പഠിക്കണം.
നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ പറയാം. അജിത്ത്. യെസ്, അജിത്തിന്റെ നാട് എവിടെ? കൊല്ലം. അല്ല, സജിത് രാജിന്റെ നാടല്ല. അജിത്ത് എസ് നായരുടെ നാട് എവിടെ? നോ റിപ്ലൈ. നെക്സ്റ്റ് ഫോർത്ത് വേർഡ് ഇതാണ്, ഇടുക്കി. ഓക്കെ, ഫോർത്ത് വേർഡ് ഇതാണ്, ഹ്യൂമിലിറ്റി. HUMILITY. HUMILITY, ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്ന വാക്കിന്റെ മീനിങ് എന്താണ്? എളിമ, വിനയം, അടക്കം, ഒതുക്കം എന്നൊക്കെ നമുക്ക് പറയാം. ഹംബിൾനെസ്. അപ്പോ ഹ്യൂമിലിറ്റിയുടെ സിനണിം ഇതിൽ ഏതായിരിക്കും? 4 ഓപ്ഷൻ ഞാൻ വായിക്കാം. ഒന്ന്, ഓപ്ഷൻ എ ഇതാണ്, പൊളൈറ്റ്നസ്. POLITENESS, പൊളൈറ്റ്നസ്. നിങ്ങൾക്കറിയാം, താഴ്മ അല്ലേ? ഓപ്ഷൻ ബി, പ്രൗഡ്. PROUD, പ്രൗഡ്. പ്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരമുള്ള അല്ലെങ്കിൽ ഗർവുള്ള. നോക്കൂ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വേർഡ് ഹ്യൂമിലിറ്റി എന്ന വേർഡാണ്. അത് നൗൺ ഫോം ആണ്. പൊളൈറ്റ്നസ് എന്ന വേർഡും നൗൺ ഫോം ആണ്. പ്രൗഡ് അഡ്ജക്റ്റീവ് ആണ്. അഹങ്കാരമുള്ള അല്ലെങ്കിൽ ഗർവുള്ള. ഓപ്ഷൻ സി, നേരത്തെ പറഞ്ഞ ആ ഒരു വേർഡ് ഇവിടെ തന്നിട്ടുണ്ട്, ഫ്രൂഗൽ. FRUGAL, ഫ്രൂഗൽ, നോട്ട് ലാവിഷ്. ഓപ്ഷൻ ഡി, ഫ്രണ്ട്ലി. FRIENDLY, ഫ്രണ്ട്ലി. എന്താ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ് എന്താ? ഫ്രണ്ട്ലി. യെസ്, ഇനൂനി, യു ആർ റൈറ്റ്. ഹ്യൂമിലിറ്റി എന്നുള്ളതിന്റെ സിനണിം പൊളൈറ്റ്നസ് എന്ന വേർഡാണ്. ശരി, നിങ്ങൾ ആ ഓപ്ഷനിൽ ഓരോ വാക്കുകളുടെയും മീനിങ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹോൾസം. WHOLESOME. ഹോൾസം. ഹോൾസം എന്ന ആ വാക്കിന്റെ മീനിങ് ഹെൽത്തി അല്ലെങ്കിൽ സൗണ്ട്, പെർഫെക്റ്റ്, പൂർണ്ണ ആരോഗ്യമുള്ള അല്ലെങ്കിൽ നല്ല ആരോഗ്യവാനായ. അതാണ് ഹോൾസം എന്ന് പറഞ്ഞ വാക്കിന്റെ മീനിങ്. അതിന്റെ സിനണിം 4 ഓപ്ഷൻ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, ഫുൾ. ഓപ്ഷൻ എ ഇതാണ്, ഫുൾ. FULL. ഫുൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം, നിറഞ്ഞ. ഓപ്ഷൻ ബി, ഹെൽത്തി. HEALTHY, ഹെൽത്തി, ആരോഗ്യമുള്ള. ഹെൽത്ത് എന്ന വാക്കിന്റെ അഡ്ജക്റ്റീവ് ആണെന്ത്? ഹെൽത്തി. ഹെൽത്ത് ആരോഗ്യം, ഹെൽത്തി ആരോഗ്യമുള്ള. ഓപ്ഷൻ സി, വണ്ടർഫുൾ. വണ്ടർഫുൾ. WONDERFUL. എന്താ വണ്ടർഫുൾ എന്ന് പറഞ്ഞാല്? അത്ഭുതകരമായ. വണ്ടർ എന്ന വാക്കിന്റെ അഡ്ജക്റ്റീവ് ആണ് വണ്ടർഫുൾ. ഓപ്ഷൻ ഡി, ഗ്രാൻഡ്. GRAND, ഗ്രാൻഡ്. അപ്പോ ഓൾസം എന്നുള്ള ആ വാക്കിന്റെ സിനണിം ഇതിൽ ഏതായിരിക്കും? നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഹെൽത്തി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ.
അപ്പോ സിനോണിംസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാം. ജോവിയൽ അതിന്റെ സിനോണിമാണ് ചീർഫുൾ. വേർഡ്, WEIRD, വേർഡ് എന്നുള്ളതിന്റെ സിനോണിമാണ് ഗോസ്റ്റ്ലി. ഫ്രൂഗൽ അതിന്റെ സിനോണിമാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ സ്റ്റിങ്കി. നെക്സ്റ്റ് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ അടക്കം അല്ലെങ്കിൽ താഴ്മ, എളിമ. അതിന്റെ സിനോണിമാണ് പൊളൈറ്റ്നസ്. ദ ലാസ്റ്റ് വൺ ഓൾസം, WHOLESOME, ഓൾസം അതിന്റെ സിനോണിമാണ് ഹെൽത്തി. നെക്സ്റ്റ് നമുക്ക് ആന്റണിംസിലേക്ക് വരാം. അതിൽ ആദ്യത്തെ വേർഡ് ഇതാണ്, അറ്റാച്ച്. ATTACH. അറ്റാച്ച് എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പല മീനിങ് ഉണ്ട്. അറ്റാച്ച് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റൺ, ബന്ധിപ്പിക്കുക, കൂട്ടിച്ചേർക്കുക, ആകർഷിക്കുക എന്ന ഒരു മീനിങ്ങും സജിത്രാജ് അതിനുണ്ട്. അപ്പോ അറ്റാച്ച് എന്നുള്ളതിന്റെ ആന്റണിം അല്ലെങ്കിൽ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ അബ്സ്ട്രാക്ട്, ABSTRACT. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അമൂർത്തമായ, അതായത് ഇവിടെ നിലനിൽപ്പില്ലാത്ത എന്നാണ് ആ വാക്കിന്റെ മീനിങ്, അബ്സ്ട്രാക്ട്. ഓപ്ഷൻ ബി ഡിറ്റാച്ച്, DETACH. ഡിറ്റാച്ച് എന്ന് പറഞ്ഞാൽ വേർപെടുത്തുക. സിദ്ധാർത്ഥ് ഞാൻ പറഞ്ഞു അറ്റാച്ച് എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുക. സിദ്ധാർത്ഥ ക്ലാസ്സിൽ ശ്രദ്ധിക്കണല്ലേ? അതിന്റെ ഓപ്ഷൻ പറയണമെന്ന് അബ്സ്ട്രാക്ട് അമൂർത്തമായ, മറ്റൊന്ന് ഡിറ്റാച്ച് വേർപെടുത്തുക, അൺഫാസ്റ്റൺ അല്ലെങ്കിൽ സെപ്പറേറ്റ്. ഓപ്ഷൻ സി ഇതാണ് അറ്റൻഡ്, ATTEND, അറ്റൻഡ്. അറ്റൻഡ് നിങ്ങൾക്കറിയാം എന്താണെന്ന്, ശ്രദ്ധ വയ്ക്കുക അല്ലേ? ഓപ്ഷൻ ഡി മാച്ച്, MATCH, മാച്ച്, ഒത്തുപോവുക. അപ്പൊ അറ്റാച്ച് എന്ന വാക്കിന്റെ ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇതിൽ ഏതായിരിക്കും? ഡിറ്റാച്ച്. യെസ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, പെറിലസ്, PERILOUS. പെറിലസ്. പെറിൽ, PERIL, പെറിൽ എന്ന് പറഞ്ഞാൽ ആപത്ത് എന്നാണ് അതിന്റെ അർത്ഥം. പെറിലസ് എന്ന് പറഞ്ഞാൽ അത് അജക്റ്റീവായിട്ട് മാറി, ആപത്കരമായ അല്ലെങ്കിൽ ദുർഘടമായ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പെറിൽ ആപത്ത്, പെറിലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആപത്കരമായ അല്ലെങ്കിൽ ദുർഘടമായ, ഡേഞ്ചറസ് ഓർ ഹസാഡസ്. അപ്പോ പെറിലസ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് 4 ഓപ്ഷൻ ഞാൻ പറയാം. ഒന്ന്, ഓപ്ഷൻ എ ഇതാണ്, സേഫ്. ഓപ്ഷൻ മുഴുവൻ വായിച്ചിട്ട് വേണം പറയാൻ. ഓപ്ഷൻ ബി നാച്ചുറൽ. ഓപ്ഷൻ സി കോൺട്രിബ്യൂട്ടറി. സേഫ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. പക്ഷെ കോൺട്രിബ്യൂട്ടറി എന്ന വാക്കിന്റെ മീനിങ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? കോൺട്രിബ്യൂട്ടറി, കോൺട്രിബ്യൂഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കോൺട്രിബ്യൂട്ട് എന്ന വേർഡ് നിങ്ങൾക്ക് അറിയാം. കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ സംഭാവന ചെയ്യുക, കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സംഭാവന. Then what is the meaning of this word contributory?
പറയൂ റിജോ, ഒന്നും കൂടി ഇടണ്ടേ? രണ്ടതിൻ്റെ ഉള്ളിലേക്ക് കയറി, അത് കാരണം പോയത്. കോൺട്രിബ്യൂട്ടറി എന്താ? സുനിത കണ്ടാണ് കയറിയെന്ന് കിട്ടണല്ലേ? ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ? കോൺട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ഉതകുന്ന അല്ലെങ്കിൽ ടെൻഡിങ് ടു കോൺട്രിബ്യൂട്ട്, ഹെൽപ്പിംഗ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഓപ്ഷൻ ഡി കൂടി പറയാം, പ്രിക്കാരിയസ്, PRECARIOUS. പ്രിക്കാരിയസ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ അപകടകരമായ. അപ്പോ പെറിലസ് എന്നുള്ളതിന്റെ സിനണിം ആന്റണിം ഇതിലേതായിരിക്കും? സേഫ്. ഓക്കെ, മറ്റുള്ള 4 ഓപ്ഷനിലെ ആ വേർഡ്സിന്റെ മീനിങ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, മണ്ടൈൻ, MUNDANE. MUNDANE, മണ്ടൈൻ. മണ്ടൈൻ മീൻസ് സാധാരണമായ, കോമൺ, ഓർഡിനറി എന്നൊക്കെ നമുക്ക് അതിന്റെ മീനിങ് അതാണ്. അതിന്റെ ഓപ്ഷൻ വായിക്കാം. മണ്ടൈൻ എന്നുള്ളതിന്റെ ആന്റണിം ഏതാണെന്ന് നിങ്ങൾ പറയണം. ഒന്ന് എക്സൈറ്റിംഗ്, EXCITING, എക്സൈറ്റിംഗ്. എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ആവേശഭരിതമായ. ഓപ്ഷൻ ബി എക്സലന്റ്, EXCELLENT, എക്സലന്റ്. നിങ്ങൾക്കറിയാം എന്താ എക്സലന്റ് എന്ന് പറഞ്ഞാൽ? വിശിഷ്ടമായ. ഓപ്ഷൻ സി ഹെവൻലി, HEAVENLY, ഹെവൻലി, സ്വർഗീയമായ. നെക്സ്റ്റ് ഓപ്ഷൻ ഡി സൂപ്രബ്, SUPERB. സൂപ്രബ് എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായ അല്ലെങ്കിൽ മഹത്തരമായ. അപ്പോ മണ്ടൈൻ എന്നുള്ളതിന്റെ സിനണിം ആന്റണിം ഇതിൽ ഏതായിരിക്കും? മണ്ടൈൻ എന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കാം? പറയാമോ? യെസ്, ഞാൻ നിങ്ങളോട് അതിന്റെ ആൻസർ പറയുന്നില്ല. നിങ്ങൾ അടുത്ത ദിവസം ആ ആൻസർ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റ്. അല്ല, നിങ്ങൾ അറിയണമല്ലോ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതാണ്, ഒബ്ലിറ്ററേറ്റ്, OBLITERATE. ഒബ്ലിറ്ററേറ്റ്, OBLITERATE. ഒബ്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് പല മീനിങ് ഉണ്ട്. ഒന്ന് തുടയ്ക്കുക അല്ലെങ്കിൽ മായ്ക്കുക. പിന്നെ വ്യക്തികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറ്റവിമുക്തനാക്കുക, എക്സോണറേറ്റ്. അപ്പോ ഒബ്ലിറ്ററേറ്റ് എന്ന വാക്കിന്റെ ആന്റണിം ഇതിൽ ഏതാണ് എന്ന് നിങ്ങൾ പറയാം. ഒന്ന് ഓപ്ഷൻ എ ഇതാണ്,
എക്സ്കൾപേറ്റ് നല്ലൊരു വേർഡാണ്. EXCULPATE. EXCULPATE. എക്സ്കൾപേറ്റ് എന്ന് പറഞ്ഞാൽ വിമുക്തനാക്കുക. മറ്റൊന്ന് ഓപ്ഷൻ ബി ഫോർജ്. FORG. ഫോർജ്. ഫോർജ് എന്ന് പറഞ്ഞാൽ വ്യാജരേഖ ഉണ്ടാക്കുക അല്ലെങ്കിൽ കള്ളപ്രമാണം ചമയ്ക്കുക. മറ്റൊന്ന് അഡ്ഹറന്റ്. ADHERENT. അഡ്ഹറന്റ് എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റിക്കിംഗ്. ഓപ്ഷൻ ഡി ഇതാണ്, നൺ ഓഫ് ദീസ്. അപ്പൊ ഒബ്ലിറ്ററേറ്റ് എന്നുള്ളതിന്റെ ആന്റണിം ഇതിലേതായിരിക്കും? ഫോർജ്. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസർ പറയാൻ കഴിയൂ. ഒബ്ലിറ്ററേറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഫോർജ്. FORGE. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ഇതാണ്, ലാസ്റ്റ് വൺ. സ്റ്റാഗ്നന്റ്. STAGNANT. സ്റ്റാഗ്നന്റ് എന്ന് പറഞ്ഞാൽ കെട്ടി നിൽക്കുന്ന, നോട്ട് ഫ്ലോയിങ്. നിശ്ചലമായ. സ്റ്റാഗ്നന്റ് എന്നുള്ളതിന്റെ ആന്റണിം ഇതിലേതാണെന്ന് നിങ്ങൾ പറയണം. ഒന്ന് ഓപ്ഷൻ എ ഇതാണ്, സ്റ്റേബിൾ. STABLE. സ്റ്റേബിൾ. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായ. മറ്റൊന്ന് സ്ട്രെയിറ്റ്. STRAIGHT. സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ നേരാം വണ്ണമുള്ള അല്ലെങ്കിൽ നേരിട്ടുള്ള. ഓപ്ഷൻ സി മൊബൈൽ. MOBILE. മൊബൈൽ. മൊബൈൽ മീൻസ് നോട്ട് മൂവിങ്, ചലിക്കാത്ത. ഓപ്ഷൻ ഡി നോട്ട് സ്ട്രോങ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ സ്റ്റാഗ്നന്റ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും? മൊബൈൽ. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടെൻസുകളെ കുറിച്ചല്ലേ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾക്ക് ഏത് ടെൻസ് വരെ പറഞ്ഞു തന്നു? പറയാമോ? നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്യാം. കാരണം എവിടം വരെയാണ് പറഞ്ഞു തന്നെന്ന് ഞാൻ ഓർക്കണില്ല, അതുകൊണ്ടാണ്. സിമ്പിൾ പാസ്റ്റ്. യെസ് ഓക്കെ. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കണം അല്ലേ? എന്താ സിമ്പിൾ പാസ്റ്റ് എപ്പോഴാ ഉപയോഗിക്കുന്നത്? അജിത്ത് പറയാമോ? സിമ്പിൾ പാസ്റ്റ്. Under what circumstance a simple past tense is used? Okay, ഇവിടെ നിന്ന് മൈ ഫസ്റ്റ് ക്ലാസ് എന്നാണ് പറയുന്നത്. പറയട്ടെ. ഭൂതകാലത്ത് പൂർണ്ണമായും നടന്നു കഴിഞ്ഞ കാര്യം പറയാൻ. അതെ, അതായത് നമ്മള് ഭൂതകാലത്ത് നടന്നു കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് അല്ല, പാസ്റ്റ് ടെൻസിന്റെ 4 വകഭേദങ്ങളാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് ആദ്യം എഴുതണം, പ്ലസ് പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ്. നിങ്ങളിവിടെ കണ്ടിരിക്കുക, അല്ല ഞാൻ ഇവിടുന്ന് മ്യൂട്ട് ചെയ്യേണ്ടി വരും. സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ്, അതായത് V2 പ്ലസ് ഓബ്ജക്ട്.
അപ്പോ ഞാൻ ഇവിടെ നിന്ന് മ്യൂട്ട് ചെയ്തിട്ട് പഠിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇവിടെ കേൾക്കണമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് മ്യൂട്ട് ചെയ്തത്. നിങ്ങൾക്ക് സംശയങ്ങളിലെ ചോദിക്കാം, അതാണ് വേണ്ടത്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസില് നമുക്ക് സെന്റൻസുകൾ നിർമ്മിക്കാം. നിങ്ങൾ ആരെങ്കിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്ത് എന്നോട് പറയാമോ? Anybody of you? I wrote a letter. I wrote a letter. ആരാ പറഞ്ഞത് ഇപ്പോ? പ്രജിഷ. യെസ്, പ്രജിഷ. അതൊരു നെഗറ്റീവ് ആക്കിയത്. I did not write a letter. I did not write a letter. Very good. അതൊന്ന് ക്വസ്റ്റ്യൻ ആക്കാമോ? Did I write a letter എന്നാണോ? യെസ്, ഓക്കെ. Did I write a letter? ഞാനൊരു കത്ത് എഴുതിയോ? സൂര്യ, ഒരു എക്സാമ്പിൾ പറയാമോ? സൂര്യ ആരെങ്കിലും പറയാം? അല്ലെങ്കിൽ വിജി പറയാം. ഞാനിതിൽ കാണുന്ന പേരുകളാണ് ചോദിക്കുന്നത് നിങ്ങളോട്. നിങ്ങൾ എത്രത്തോളം ഇത് മനസ്സിലാക്കി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് നിങ്ങൾ പറയാം, എന്നിട്ട് അത് നെഗറ്റീവ് ആക്കണം. I studied a lesson. എന്തോ? I studied a lesson. ഞാൻ പഠിച്ചു കഴിഞ്ഞു. I studied my lessons അല്ലേ? My lesson. Okay. നമ്മൾ എങ്ങനെ I did study my lesson. my lessons. അതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കും? Did I study my lesson? ആരാ പറഞ്ഞത് ഇപ്പോ? സിനിയ. സിനിയ. എവിടെ? നാടെവിടെ? വർക്കല. വെരി ഗുഡ്. ഇനി അടുത്ത നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ എക്സാമ്പിൾ പറയാം. കാരണം ഞാൻ മാത്രം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് അറിയണം. അതാണ് എന്റെ അവ പറയൂ. ഫാത്തിമ പറയൂ ഒരു എക്സാമ്പിൾ. I finished my work. I finished my work. ശരി, ഫാത്തിമ അത് നെഗറ്റീവ് ആക്കണം, അത് ക്വസ്റ്റ്യൻ ആക്കണം. I didn't finish my work. Did I finish my work? Very good. Did I finish my work? ഇനി അടുത്തൊരാള് പറയാം. ജിസ്ന പറയാമോ? ജിസ്നയ്ക്ക് ഒരു എക്സാമ്പിൾ പറയാമോ? നിങ്ങളോട് എല്ലാവരോടും ചോദിക്കാൻ എനിക്ക് പറ്റില്ല, ഞാനിവിടെ കാണുന്ന ആൾക്കാരോട് ചോദിക്കണമെന്നുള്ളൂ. നോ അല്ലെ? ഷഫീന പറയാം. യെസ്, സ്മിത പറഞ്ഞത് ശരിയാണ്. റാണി വെന്റ് ടു ദുബായ്. അപ്പോ സ്മിതയ്ക്ക് അത് നെഗറ്റീവ് ആക്കാമോ? റാണി വെന്റ് ടു ദുബായ്. റാണി ഡിഡ്ന്റ് ഗോ ടു ദുബായ്. യെസ്, ഓക്കെ. അതൊരു ക്വസ്റ്റ്യൻ ആക്കിയത്. ഡിഡ് റാണി ഗോ ടു ദുബായ്. വെരി ഗുഡ്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നോക്കാം, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മളൊരു വാക്യം നിർമ്മിക്കുമ്പോൾ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ ഇതായിരിക്കണം. സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്ട്. അജിത്ത് എഴുതിയത് ശരിയല്ല. ഐ വാണ്ട് ടു വെർബിന്റെ പാസ്റ്റ് ടെൻസേ ഉപയോഗിക്കാവൂ. അവൾ പാട്ട് പാടി എന്ന് പറയുമ്പോ പാട്ട് പാടി എങ്ങനെ പറയും? sing a song.
സിംഗ് എന്ന് പറഞ്ഞാൽ പാടുക. അതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. ഷീ sang a song. Okay. She sang a song. നമ്മളതെങ്ങനെ നെഗറ്റീവ് ആക്കും? She didn't sang a song. No, she didn't കഴിഞ്ഞാൽ sing എന്നേ പറയാവൂ. She didn't sing Okay. a song. Okay. Sing a song. സിനിയ അതെങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കും? Did she Did she sing a song? Did she sing a song? ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ധന്യ ഒരു എക്സാമ്പിൾ പറയാമോ? ധന്യ പ്ലീസ്. She cooked very well. ധന്യ ഒരു എക്സാമ്പിൾ പറയാം, ഇഷ്ടമുള്ള എക്സാമ്പിൾ. എനി എക്സാമ്പിൾ യു ലൈക്ക്. She cooked curry very well. She cooked the curry very well. അത് നെഗറ്റീവ് ആക്കണം. She did not cook the curry very well. Did not cook the curry well. ഒന്ന് ക്വസ്റ്റ്യൻ ആക്കിയേ. Didn't she Did cook the curry very well? Did she cook the curry very well? curry very well. അല്ലേ? അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുടെ എനിക്ക് ചോദിക്കാം. നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അതിനെ നെഗറ്റീവ് ആക്കുന്നു, അത് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നു. ഷിജിൻ വർഗീസ് പറയാമോ ഒരു എക്സാമ്പിൾ? ഷിജിൻ വർഗീസിനോട് ഞാൻ ചോദിച്ചത്, ഷിജിൻ വർഗീസിന് പറയാൻ കഴിയോ ഇല്ലയോ? ഒന്നുകിൽ റെസ്പോണ്ട് ചെയ്യാം. യെസ് പറയൂ. നോ. അപ്പോ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ സബ്ജക്ട്, സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ സെന്റൻസിന്റെ സ്ട്രക്ചർ ഇതാണ്. സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്ട്. അത് നെഗറ്റീവ് ആക്കാനും അതിന് ക്വസ്റ്റ്യൻ ആക്കാനുമാണ് നിങ്ങളോട് ഇപ്പൊ പറഞ്ഞത്. ഇനി പാസ്റ്റ് ടെൻസിലെ അടുത്ത ഒരു കാറ്റഗറൈസേഷൻ ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്. ഈ ടെൻസിനെ തന്നെ പാസ്റ്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയും. കണ്ടിന്യൂവസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? തുടർന്നുകൊണ്ടിരിക്കുന്ന, അല്ലേ? അതായത് പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ് ഉപയോഗിക്കുന്നത് ഭൂതകാലത്ത് തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ് ഉപയോഗിക്കുന്നത്? ഭൂതകാലത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. ഭൂതകാലത്ത്, അതായത് കഴിഞ്ഞു പോയ കാലത്ത് തുടർന്നുകൊണ്ടിരുന്നു, അത് അവസാനിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള പ്രവൃത്തികളെ കുറിച്ച് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡൗട്ട്, ഭൂതകാലത്ത് കഴിഞ്ഞു പോയതാണോ അതോ ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇല്ലില്ല, ഭൂതകാലത്ത് തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പൊ തുടങ്ങി. ചോദിക്കാം. ഷിജൻ വർഗീസ് ആണോ ചോദിക്കണത്? ചോദിക്കാം. ആയിക്കോട്ടെ. ഇപ്പോഴത് ഇല്ല, ഭൂതകാലത്ത് തുടർന്നുകൊണ്ടിരുന്നു. ഭൂതകാലത്ത് ആരംഭിച്ചു, അത് ഭൂതകാലത്ത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പൊ ഓക്കെ. അത് ഞാൻ ആ സംശയം കുറച്ചും കൂടി ഞാൻ അടുത്ത ടെൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒറ്റ കാര്യം ഇത്രേ ഉള്ളൂ. 12 ടെൻസ് നിങ്ങൾ ഓരോന്നും കണിശമായിട്ട് പഠിച്ചിരിക്കണം. എങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന സാധനം കൈകാര്യം ചെയ്യാൻ പറ്റും. ടെൻസ് പഠിക്കാണ്ട് ഒരു നിവൃത്തിയില്ല. അപ്പോ പാസ്റ്റ് കണ്ടിന്യൂവസ് മീൻസ് ഭൂതകാലത്ത് തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ to express a continuous action which was going on in the past.
ഇപ്പൊ ഞാൻ പറയാണ് ഷിജിൻ വർഗീസ് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു. നമ്മൾ എങ്ങനെ പറയും? ഷിജിൻ വർഗീസ് സബ്ജക്റ്റ്, ശേഷം വാസ് ഓർ വേർ എന്ന് ഉപയോഗിക്കാം. ഷിജിൻ വർഗീസ് ഒരാളുള്ളതുകൊണ്ട് നമ്മൾ വാസ് എന്ന് ഉപയോഗിക്കാം. അപ്പൊ ഷിജിൻ വർഗീസ് വാസ്, അതിനുശേഷം ING ഫോം ഓഫ് ദ വേർബ്. ഷിജിൻ വർഗീസ് വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ? സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കും? WERE. അപ്പോ when the subject is singular, was is used, and when the subject is plural, were is used. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് എഴുതി വെക്കാം. സബ്ജക്ട് പ്ലസ് വാസ് ഓർ were പ്ലസ് ING ഫോം ഓഫ് ദ verb പ്ലസ് ഓബ്ജക്ട്. യെസ് ശരണ്യ, അത് ഇതിലേക്ക് നമ്മൾ വരണുള്ളൂ. ഇപ്പൊ ഒരു സെന്റൻസ് നമ്മൾ നിർമ്മിച്ചു. ആ സെന്റൻസിനെ നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? ഇപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ ആ സെന്റൻസുകളെ നെഗറ്റീവ് ആക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ? വാസ് അല്ലെങ്കിൽ വേർ എന്ന ഓക്സിലിയറി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കൂടെ നോട്ട് ഒന്ന് ചേർത്താൽ മതി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ഷിജിൻ വർഗീസ് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഷിജിൻ വർഗീസ് വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. അത് നെഗറ്റീവ് ആക്കുകയാണ്. ഷിജിൻ വർഗീസ് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നില്ല. നമ്മൾ എങ്ങനെ പറയും? ഷിജിൻ വർഗീസ് wasn't playing or was not playing cricket. ഇനി ഷിജിൻ വർഗീസ് ക്രിക്കറ്റ് കളിച്ചിരുന്നോ? ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കും സിനിയ? സർ ഒന്നുകൂടി പറയോ? വാസ് അതിന്റെ സ്ട്രക്ചർ ആണോ? വാസ് നോട്ട് ഷിജിൻ വർഗീസ്. Was ഷിജിൻ വർഗീസ് playing cricket? സർ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഒന്നുകൂടി പറഞ്ഞു തരാവോ? മനസ്സിലായില്ലേ? അതാ എങ്ങനെയാണ് എഴുതുന്നത്? പ്രസന്റ് കണ്ടിന്യൂസ് ആണോ പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ? പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് പറയൂ. അതന്നെ സർ. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് അല്ല, അതായത് ഭൂതകാലത്ത് തുടർന്നു കൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ നിന്ന് മ്യൂട്ടാക്കിയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ഞാനിവിടെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ സഹകരിക്കാം. നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലാസ് നല്ല ഭംഗിയായിട്ട് നിൽക്കാം. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചാലേ എനിക്കിത് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഞാൻ പറയാം. ഭൂതകാലത്ത് തുടർന്നു കൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ച് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ ഇതാണ്: സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ING ഫോം ഓഫ് ദ verb പ്ലസ് ഓബ്ജക്ട്. നിങ്ങൾക്ക് ഏത് സെന്റൻസ് വേണമെങ്കിലും അതുപോലെ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ജിസ്ന ഇംഗ്ലീഷ് സംസാരിക്കുകയായിരുന്നു. നമ്മൾ എങ്ങനെ പറയും? ജിസ്ന ഇംഗ്ലീഷ് സംസാരിക്കുകയായിരുന്നു. ജിസ്ന വാസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ജിസ്ന വാസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇപ്പൊ ആരാ പറഞ്ഞത്? ബിൻസി. അമ്പിളി. യെസ്, അമ്പിളി ബിരിയാണി പാകം ചെയ്യുകയായിരുന്നു. നമ്മൾ എങ്ങനെ പറയും?
അമ്പിളി വാസ് കുക്കിംഗ് ബിരിയാണി. അമ്പിളി വാസ് കുക്കിംഗ് ബിരിയാണി. നമ്മൾ നെഗറ്റീവ് ആക്കണത് അമ്പിളി വാസ് നോട്ട് കുക്കിംഗ് ബിരിയാണി അല്ലേ? ഇനി അങ്ങനെ ക്വസ്റ്റ്യൻ ആക്കും. വാസ് അമ്പിളി കുക്കിംഗ് ബിരിയാണി. അപ്പൊ ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം. അതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റൻസ് നിങ്ങൾക്ക് പറയാം. സാറേ സെക്കൻഡ് ഫോം ഒന്നും കൂടി പറയോ? ഏതാ? രണ്ടാമത്തെ സെന്റൻസിലെ അമ്പിളി വാസ് കുക്കിംഗ് ബിരിയാണി, അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുമ്പോഴേ ആ വാസ് എന്ന് പറഞ്ഞ വേർഡില്ലേ, അത് അമ്പിളി എന്ന സബ്ജക്റ്റിന് മുമ്പിലായിട്ട് എടുത്ത് വെച്ചാൽ മതി. വാസ് അമ്പിളി കുക്കിംഗ് ബിരിയാണി. ഇപ്പൊ ധന്യ വാസ് ടീച്ചിങ് സം സ്റ്റുഡൻസ്. ധന്യ വാസ് ടീച്ചിങ് സം സ്റ്റുഡൻസ്. ധന്യ കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുകയായിരുന്നു. ഈ വാക്യം നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? ധന്യ വാസ് നോട്ട് അല്ലെ, വാസ് നോട്ട് ടീച്ചിങ്, പഠിപ്പിക്കുകയായിരുന്നില്ല. ഇനി ധന്യ കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നോ? നമ്മളങ്ങനെ ചോദിക്കും. വാസ് ധന്യ മുന്നിൽ ചേർക്കണം. വാസ് ധന്യ ടീച്ചിങ് സം സ്റ്റുഡൻസ്. നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ടെൻസ് ഉറക്കുള്ളൂ. ഈ മൂന്ന് ഫോമിൽ ing തന്നെയല്ലേ വെർബിന്റെ കൂടെ? അതായത് നോക്കാം, നിങ്ങളെ കണ്ടിന്യൂസ് എന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടിന്യൂസ് ടെൻസിൽ ഏത് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിലും അതിൽ ing ഫോം ഉണ്ടായിരിക്കും. പ്രസന്റ് കണ്ടിന്യൂസിലും ing ഉണ്ടാവും, പാസ്റ്റ് കണ്ടിന്യൂസിലും ing ഉണ്ടാവും, അതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസിലും. അത് വരാൻ പോണുള്ളൂ, അങ്ങനെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അത് അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സാർ വേറിനുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരോ? വേർ, WERE അല്ലേ? വേർ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? സബ്ജക്റ്റ് പ്ലൂരൽ ആവുമ്പോ, സബ്ജക്റ്റ് ബഹുവചനമാവുമ്പോഴാണ്. ദേ വേർ പ്ലേയിങ്, ദേ സരിത്രാജ് പറഞ്ഞാണ്. ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ്. ദേ എന്ന് പറഞ്ഞാൽ എത്ര ആളുണ്ട്? ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലേ? അതുകൊണ്ട് അതൊരു പ്ലൂരലാണ്. അതിനുശേഷം നമ്മൾ വേർ എന്നേ ഉപയോഗിക്കാവൂ. ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ്. ഉണ്ടോ? ഇപ്പൊ ജിസ്ന ആൻഡ് സൂര്യ വേർ പ്രിപ്പയറിംഗ് സാമ്പാർ. ഞാൻ ഇതിൽ കണ്ട ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ജിസ്ന ആൻഡ് സൂര്യ, സൂര്യ എന്ന് തന്നെയല്ലേ പേര്? ജിസ്ന ആൻഡ് സൂര്യ, ജിസ്നയും സൂര്യയും വേർ, രണ്ടുപേരുണ്ട് അവിടെ. വേർ പ്രിപ്പയറിംഗ് സാമ്പാർ. ജിസ്നയും സൂര്യയും സാമ്പാർ തയ്യാറാക്കുകയായിരുന്നു. എങ്ങനെ നെഗറ്റീവ് ആക്കും അത്? ജിസ്ന ആൻഡ് സൂര്യ were not preparing sambar. അതെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റും നമ്മള്? were ജിസ്ന ആൻഡ് സൂര്യ preparing sambar. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് അപ്പൊ അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതാണ് സൂര്യ പ്രിപ്പയറിംഗ് സാമ്പാർ എന്നല്ലേ? അതെ. നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നിങ്ങൾ വാസ് എന്ന് ഉപയോഗിക്കാം. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ നിങ്ങൾ വേർ എന്ന് ഉപയോഗിക്കാം. അല്ല, നിങ്ങൾ തന്നെ എക്സാമ്പിൾ പറയാം. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ പറയാം. കൊമിക് എക്സാമ്പിൾ ആയിക്കോട്ടെ, എന്നാലും പ്രശ്നമില്ല. She was writing a letter. ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. അവിടെ ഷീ എന്നുള്ള ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ടല്ലേ വാസ് എന്ന് ഉപയോഗിച്ചത്.
ഇനിയിപ്പോ നിങ്ങൾ രണ്ടാളെ ചേർത്തിട്ട് പറയൂ. They were writing a letter. They were writing a letter. അപ്പൊ they were not writing a letter. Were they Were they writing letter? writing a letter? Yes, സിനിയ ഇപ്പൊ എന്തായാലും അതിന്റെ ഒരു ലൈനിലേക്ക് വരണുണ്ട്. എന്ന പോലെ നിങ്ങൾ എല്ലാ ആൾക്കാരും ഒരു സെന്റൻസ് പാർട്ട് കണ്ടിന്യൂസിൽ പറയാം. അതിനെ നെഗറ്റീവ് ആക്കാം, അതിനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം. ഞാൻ അടുത്ത ആളോട് ചോദിക്കാം, സൂര്യ ഒരു എക്സാമ്പിൾ പറയാമോ? എനി എക്സാമ്പിൾ യു ലൈക്ക്. സൂര്യ, കം ഫോർവേഡ്. ഇല്ല, അല്ലെങ്കിൽ ലാലി പറയൂ. ഏതെങ്കിലും എക്സാമ്പിൾ പറയാം, ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട്. I was writing a English poem. ഐ വാസ് റൈറ്റിംഗ് ആൻ ഇംഗ്ലീഷ് പോയം അല്ലേ? നിങ്ങൾക്ക് ആർട്ടിക്കിൾസിന്റെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? എ ആൻഡ് ദ ഇല്ലല്ലോ, പറഞ്ഞു തന്നിട്ടില്ലല്ലോ. യെസ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. They were walking on the road. Sir. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നെറ്റ്വർക്കിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ടായി, അതുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുടെ ചോദിക്കാം. സാർ, അവർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഹലോ, ചോദിക്കണത് അവർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ വാക്യം അപ്പൊ നമ്മളെങ്ങനെ പറയാ വാക്യം? They were running fast. They were running fast. നെഗറ്റീവ് ആക്കിയതിന് ഏത്? They were not running fast. Then tend into question. Were they running fast? Were they running fast? അല്ലേ? അല്ലേ? അതെ, അതെ. നിങ്ങൾ അങ്ങനെയുള്ള വാക്യങ്ങൾ ഉണ്ടാക്കി പഠിക്കണുണ്ടോ? സാർ, ഇവിടെ ഇത് ഗോ എന്നുള്ളത് വെന്റ് അങ്ങനെ ആക്കണ്ടേ നെഗറ്റീവിലോട്ട് മാറ്റുമ്പോ? ഇല്ലല്ല, ING ഫോം ഉപയോഗിക്കുമ്പോ വെർബിന്റെ ING ഫോമേ ഉപയോഗിക്കാവൂ. ഓക്കെ സാർ. സാർ, ഇതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടോ ഈ മോഡലിലുള്ള? ഏത് ടെൻസിന്റെ? അല്ല, ഇപ്പം പറഞ്ഞ ഈ
എന്താണ് പറയാ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യന്? അല്ല, ഈ ടെൻസ് എന്ന് പറഞ്ഞ 12 ടെൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് വേണം അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സ്ട്രക്ചർ പഠിക്കാം. ഇത് ഒരു ദിവസം കൊണ്ടല്ല, നിങ്ങൾ വേണമെങ്കിൽ 1 മാസക്കാലം ഇത് മാത്രം പ്രാക്ടീസ് ചെയ്തു. അല്ലാണ്ട് നമ്മൾ വേറൊരു രീതിയിൽ പഠിച്ചാൽ ഇത് കിട്ടില്ല ഒരിക്കലും. നമ്മൾ അല്പം റിസ്ക് എടുക്കേണ്ടി വരും, എങ്കിലേ അത് നേടിയെടുക്കാൻ പറ്റൂ. ഓക്കെ, നിങ്ങൾക്ക് അടുത്ത എന്താണെന്ന് വെച്ച് ചോദിക്കാം. അജിത്ത്, സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം ഇപ്പൊ. കാരണം അതിനു വേണ്ടി ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാക്കിയില്ലേ നമ്മള്? അത് നെഗറ്റീവ് ഇപ്പം ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അല്ലേ നെഗറ്റീവ് ആക്കുന്നത്? അത്രേ ഉള്ളൂ. അപ്പൊ അത് നെഗറ്റീവ് അല്ലെങ്കിൽ എങ്ങനെ അതാക്കുന്നത്? 2 ഫോമിൽ നെഗറ്റീവ് നോട്ട് കൊണ്ട് നോട്ട് അല്ലാതെ ചേർക്കുമല്ലോ ക്വസ്റ്റ്യൻ. നെഗറ്റീവ് ഇതാക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. കുളമില്ലായി വേർ നോട്ട് നമ്മള് ക്വസ്റ്റ്യൻ ഫോം ഉണ്ടാക്കിയില്ലേ സാർ? അതില് ഇപ്പൊ വേർ നോട്ട് റണ്ണിങ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. അത് പോസിറ്റീവ് ആകുമ്പോ 2 രീതിയിലാക്കാമല്ലോ. അല്ല, പോസിറ്റീവ് ആവാ, നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ആണ് ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നെഗറ്റീവ് ആക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോസിറ്റീവ് ആക്കുക, അങ്ങനെയില്ലേ? നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് പോസിറ്റീവ് ആക്കാം. അപ്പൊ നോട്ടൊന്നും അങ്ങോട്ട് മാറ്റിയാൽ മതി. ഓക്കെ. ഏത്? സിനിയ വാസ് വാഷിംഗ് ക്ലോത്ത്സ്. സിനിയ വാസ് വാഷിംഗ് ക്ലോത്ത്സ്. നെഗറ്റീവ് ആക്കും. സിനിയ വാസ് നോട്ട് വാഷിംഗ് ക്ലോത്ത്സ്. ഞാൻ തിരിച്ചു ചോദിക്കാണ്, സിനിയ വാസ് നോട്ട് വാഷിംഗ് ക്ലോത്ത്സ് നെഗറ്റീവ് ആണ്. നോട്ട് മാറ്റിയാൽ മതി. സിനിയ വാസ് നോട്ട് വാഷിംഗ് ക്ലോത്ത്സ്, അത് നമ്മളെങ്ങനെ പോസിറ്റീവ് ആക്കും? സിനിയ വാസ് വാഷിംഗ് ക്ലോത്ത്സ്. ഓക്കെ, താങ്ക് യു. സിനിയയുടെ വീട് എവിടെയാ? വർക്കല സാർ. വർക്കല. മിക്കവാറും എല്ലാവരും വർക്കലക്കാര് തന്നെയാണോ? ഓക്കെ സാർ. ഓക്കെ, എന്തായാലും ഒരു പ്രാവശ്യം വർക്കലക്ക് വരണമെന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സർ, എന്റെ പേര് ഫസീല എന്നാണ്. ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്തത് ക്ലാസ്സില്. അപ്പൊ എനിക്ക് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് എനിക്കൊന്നും മനസ്സിലായില്ല. സിമ്പിൾ പാസ്റ്റ് അല്ലേ? പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ സർ. നിങ്ങൾ ഈ 12 ടെൻസ്, ഇപ്പൊ നിങ്ങൾ പിള്ളേരായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം നിങ്ങൾ ഈ 12 ടെൻസ് ആദ്യം പഠിച്ചിരിക്കണം. ടെൻസ് എല്ലാം കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോ ആരോ ഇപ്പൊ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ടെൻസ് എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ടെൻസ് ആണ്. ഇത് പലർക്കും അറിഞ്ഞുകൂടാത്ത സംഭവം കൂടിയാണ്. നിങ്ങളിങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പഠിച്ചാൽ മതി. അത് അതിന് ടൈം നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ സംശയങ്ങളൊക്കെ തീർന്നോ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇറ്റ് ഈസ് ടൈം ഫോർ us to wind up our today's class. If you have any kind of doubts, you can ask me this. സാറ്, ഞങ്ങൾക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു ലാസ്റ്റ് 10 മിനിറ്റില് ഒരു ലൈവ് എക്സാം പോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞങ്ങളെ കൊണ്ട് ആൻസർ വെച്ചിട്ടേ. നിങ്ങൾ പറയൂ, നിങ്ങളുടെ സജഷനാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ സാറൊരു ഇപ്പൊ അശ്വതി ടീച്ചർ ഞങ്ങൾക്ക് അങ്ങനെ ലാസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസ് ലൈവ് എക്സാം പോലെ ഞങ്ങളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചിട്ട് ലാസ്റ്റ് ആൻസർ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ എത്ര എണ്ണം തെറ്റിയെന്നും ഏതിലാണ് നമ്മുടെ തെറ്റണേന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. നമ്മളെ കൊണ്ട് പറയിക്കാതെ ഒരു പേപ്പറും പേന എടുത്തിട്ട് എഴുതിപ്പിക്കാനായിട്ടേ. ആയിക്കോട്ടെ. അതുകൊണ്ട് കുറച്ച് പ്രയാസമുണ്ട് ഈ ടെൻസ് പഠിക്കാൻ. ഏതോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ
അതുകൊണ്ട് ഇനിയിപ്പോ പ്രയാസമായി exam ഇംഗ്ലീഷ് പഠിക്കാൻ. ബാക്കിയുള്ള സിലബസ് ഒക്കെ ബാക്കിയൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. ഇത് ഇംഗ്ലീഷ് ആകുമ്പോൾ ചെയ്ത് വേണ്ടേ പഠിക്കാൻ. അല്ല, ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് കാരണം മാത്സ് ആണെങ്കിൽ ഡ്രോയിങ് ഫയൽ ഉള്ളതുകൊണ്ട് അത് നോക്കിയായിരുന്നു പഠിക്കാൻ അതെ. പറ്റും. ഇംഗ്ലീഷ് ടെൻസ് ഒന്നും അങ്ങനെ പഠിക്കാൻ പറ്റത്തില്ലല്ലോ. ടെൻസ് പഠിക്കാൻ കഴിയും. അതെന്താണെന്നറിയാമോ, ഇത് എല്ലാ ആൾക്കാരും ഒരു ഭയങ്കര ടയറിങ് സബ്ജക്റ്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ അത്രയും ടയറിംഗ് ആയിട്ട് വിചാരിക്കണ്ട. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്ന സെന്റൻസിന്റെ സ്ട്രക്ചർ നിങ്ങൾ പറയാം, നിങ്ങൾ മനസ്സിലാക്കി വെക്കാതെ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്തേ ഈ സംഭവം നമ്മൾ അടിയുറക്കുള്ളൂ. ഈ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അല്ലെ ടെൻസ് എന്ന് പറഞ്ഞ സംഭവം വളരെ പ്രയാസപ്പെട്ട് എത്രയോ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അത് സാറേ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ സാറേ. പറയൂ. എന്റെ പേര് ജസ്ന. ജസ്ന വാസ് കോംബിങ് ഹെയർ. അതിന് നെഗറ്റീവ് ജസ്ന വാസ് നോട്ട് കോംബിങ് ഹെയർ. ഹെയർ. പിന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുമ്പോൾ വാസ് ജസ്ന കോംബിങ് ഹെയർ. ഹെയർ ആരാ പറഞ്ഞത്? ഇപ്പോ ജസ്ന. ഞാൻ 2-3 ദിവസമായിട്ടുള്ള ക്ലാസ്സിൽ കയറിയിട്ട് എനിക്ക് ഓക്കെ. വിദ്യാഭ്യാസം ഉള്ളൂ. സംഭവം മനസ്സിലായില്ലേ? യെസ്, മനസ്സിലായി. അതായത് നമ്മളൊരു സെന്റൻസ് സിമ്പിൾ അല്ല പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്തു. ജസ്നയുടെ ഇഷ്ടമുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞത്. എന്നുപോലെ നിങ്ങൾ ഓരോരുത്തർ പറയാ, എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. സാറേ എനിക്ക് ഇതിനു മുമ്പുള്ള ടെൻസ് ഒന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ ആഴ്ച ആയുള്ളൂ കയറിയിട്ട്. ഓക്കെ. അപ്പൊ ജസ്ന ഒരു കാര്യം ചെയ്തു. ജസ്നക്ക് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്തോ, സംശയങ്ങൾ പറഞ്ഞുതരാം. കാരണം ഇപ്പൊ ഈ ക്ലാസ്സിൽ നമുക്ക് കോമൺ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാവരും. നിങ്ങളുടെ സംശയങ്ങൾ എപ്പോഴാണെങ്കിലും ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. താങ്ക് യു സാർ. താങ്ക് യു സർ. സംശയമുണ്ടോ? യാതൊരു മടിയും കാര്യത്തില്. സാറേ ലൈവ് എക്സാമിന്റെ കാര്യം ഒന്ന് പരിഗണനയിൽ വെക്കണം കേട്ടോ. ഏതോ ലൈവ് എക്സാമിന്റെ കാര്യം ഒന്ന് നോക്കണമെന്ന്. ഒരു 5 ക്വസ്റ്റ്യൻസ്. ഇംഗ്ലീഷ് അല്ലേ? നമുക്ക് അടുത്ത ദിവസം തന്നെ തരുന്നതായിരിക്കും. നിങ്ങൾ പഠിക്കും. ഓക്കെ സാർ, താങ്ക് യു സാർ. താങ്ക് യു. നമ്മൾ എടുക്കുന്ന ഈ കൺസേൺഡ് പോർഷനിൽ നിന്ന് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ തന്നെ ആൻസർ പറയാം. ഓക്കെ. പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ എഴുതിപ്പിച്ചാലും മതി സാർ. എല്ലാരും കൂടി പറയുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരി ശരി. ഓക്കെ. ഗുഡ് നൈറ്റ് ടു ഓൾ ഓഫ് യു. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ.